വിജയ് സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ തമിഴ്നാട്ടിൽ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പൊക്കെ നാളെയാണ്. വിജയ് സർക്കാർ മറ്റന്നാൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആദ്യം ആലപിച്ചതിന്റെ പ്രതിപക്ഷം രംഗത്ത് വന്നു. ചെന്നൈയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മനേഷ്. ഇന്നലെ തമിഴ്നാടിനെ ഇളക്കി മറിച്ചു സത്യപ്രതിജ്ഞ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ആഹ്ലാദം തമിഴ്നാട്ടിൽ ഇപ്പോഴും അലയടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിനുള്ള പണം ഇവിടെ നിന്ന് കണ്ടെത്തും എന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പൊള്ളുന്ന പരമാർത്ഥങ്ങൾ പുറത്തു വരിക. പറയൂ മനേഷ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ ഒരു പരമാർത്ഥത്തിലേക്ക് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വിജയ് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ എന്താണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളത്. 10 ലക്ഷം കോടി രൂപയോളം കടമുണ്ട് ഈ പറഞ്ഞ രീതിയിൽ സംസ്ഥാന സർക്കാരിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ബാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ടൊരു ധവളപത്രം, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ധവളപത്രം പുറത്തിറക്കും. എന്താണ് സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്നത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കുമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇനിയിപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ഫണ്ട് വേണം. അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല ജനങ്ങളിൽ നിന്നൊരു സാവകാശം വളരെ വേഗത്തിലൊന്നും നടക്കില്ല. അത് ഈ പറഞ്ഞ രീതിയിൽ ഫണ്ടൊക്കെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കൂ എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു കാര്യം ഇന്നലെ അത്ര സൂചന എന്തായാലും ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 9:30 മണിക്കാണ് നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. 9:30 മണിക്ക്. അത് ഇന്നലെ തന്നെ DMK നിയുക്ത MLA-മാരുടെ യോഗം ചേർന്ന നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിൻ, മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉപനേതാവായി KN നെഹ്റു, മുതിർന്ന നേതാവും മന്ത്രിയുമൊക്കെ ആയിരുന്ന KN നെഹ്റുവിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ വിവാദം ഏറെക്കുറെ ഇന്നലെ തന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമം TVKയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ TVKയുടെ ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുള്ള ആദവ് അർജുന ഇന്നലെ രാത്രിയിൽ ഒരു എക്സ്പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അതായത് വന്ദേ മാതരം ആദ്യം ആലപിച്ചത് ഗവർണർ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു, അല്ലെങ്കിൽ ഗവർണർ ഓഫീസിൽ കൃത്യമായൊരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം പാടിയത് വന്ദേ മാതരമാണ്. അതിനുശേഷം ദേശീയഗാനം പാടുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ തമിഴ് തായ് വാഴ്ത്ത് പാടുന്ന ഒരു നിലയുണ്ടായിരുന്നു. CPIയും അതുപോലെ തന്നെ DMKയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു എക്സ്പോസ്റ്റ് ആദവ് അർജുനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതിൽ പറയുന്നത് സമ്മർദ്ദമുണ്ടായിരുന്നു, ഗവർണർ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇനി അത് ഉണ്ടാവില്ല. അത് തമിഴ്നാട്ടിൽ ഇനി എന്ത് പരിപാടികൾ നടന്നാലും തമിഴ് തായ് വാഴ്ത്തിനായിരിക്കും പ്രഥമ പരിഗണന. നിലവിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ നിലവിൽ എന്താണോ പിന്തുടരുന്ന ഒരു രീതി, ആ രീതിയിലായിരിക്കും എന്തായാലും ഇനി കാര്യങ്ങൾ മുൻപോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം എന്തായാലും ആദവ് അർജുനയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിയമസഭയിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും ഒരുപക്ഷെ ഇത് ചോദ്യമായി വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ളൊരു ശ്രമം എന്തായാലും ഇന്നലെ ഉണ്ടായത്. എന്തായാലും തുടക്കത്തിലെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലുകടി രാത്രിയോടുകൂടി അവസാനിപ്പിക്കാനുള്ള ശ്രമം കൂടി എന്തായാലും TVKയുടെ ഭാഗത്തുനിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.